ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നതാ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മളെ മെലസ്റ്റോമയാണേ. നല്ല ഭംഗിയുള്ള മെലസ്റ്റോമ ചെടി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ലല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ നശിച്ചു പോകണമെന്ന് എല്ലാവരും പരാതി പറയണുണ്ടേ. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇത് പിടിപ്പിക്കാൻ നിങ്ങൾക്കൊക്കെ പിടിപ്പിച്ച് കിട്ടാറുണ്ടോ? കട്ടിങ് വെച്ചാൽ പിടിച്ച് കിട്ടാറുണ്ട്. എനിക്ക് ആദ്യമൊക്കെ കട്ടിങ് വയ്ക്കുമ്പം ഒരു 5 എണ്ണമൊക്കെ വയ്ക്കുമ്പോൾ 2 എണ്ണമൊക്കെ പിടിച്ച് കിട്ടുമായിരുന്നു. പിന്നെ അത് എങ്ങനെ വെച്ചിട്ട് എനിക്ക് പിടിച്ച് കിട്ടാറില്ലേ. അപ്പോൾ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എയർ ലെയറിങ്ങാണ് ചെയ്യണത്. അത് നിങ്ങളുമായിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമേ. ഇത് ഒരു റോസ് കളറ് വൈറ്റും കൂടെ ചേർന്നതാണ്. ഇനി വേറെ ഒരു കളറുണ്ട്, അതുകൂടെ കാണിക്കാം. ഇതാണേ നമ്മളെ മെലസ്റ്റോമ, നല്ല വയലറ്റ്. ഇതിൽ ഇപ്പോൾ ഫ്ലവർ നല്ല കുറഞ്ഞിട്ടുണ്ട്. നിറയെ ഫ്ലവറായിരുന്നു, അപ്പം നല്ല ഫ്ലവർ കുറഞ്ഞ് ഇതിലാണ് ഞാൻ എയർ ലെയറിങ് ചെയ്തിട്ടുള്ളത്. കാണിച്ചു തരാം. ഒരു 2 ആഴ്ച ആവേ ഉള്ളൂ ഞാൻ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട്. ഇത് കണ്ടാൽ നന്നായിട്ട് വേര് പിടിച്ച്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ കട്ട് ചെയ്തെടുത്തിട്ടിട്ട് ഇത് കണ്ടാൽ മഴ നല്ല തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പിടിച്ചത്. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും, നമുക്കൊരു മാസമൊക്കെ എടുക്കും വേര് നന്നായിട്ടായി കിട്ടാൻ. കാണാൻ പറ്റണ ഇതാ നിറയെ വന്നിട്ടുണ്ട്. ഇതിപ്പം കട്ട് ചെയ്ത് അതിൻ്റെ കവറ് മാറ്റിയിട്ട് നടന്നത് കാണിക്കാം. ഇതാ കണ്ട, കവറ് മാറ്റി ഉണ്ടോ, നല്ലതായിട്ട് വേര് വന്നിട്ടുണ്ട്. ഈ പ്ലാന്റ് നല്ലതായിട്ട് നമുക്ക് പിടിച്ച് കിട്ടും. നമ്മൾ കട്ടിങ് വെച്ചിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്ലാന്റായി ഇതായി വരെ. പക്ഷേ അതിനെക്കാലമൊക്കെ നല്ലതിതാണേ. ഒരു മെനക്കേടേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല ഈ ചെടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ. ഞാൻ കുറേ പ്ലാന്റ് ഇങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ വെറും മണ്ണിൽ അല്പം ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലോട്ടാണ് ഇത് ഇറക്കി വെച്ച് നമുക്ക് മണ്ണിട്ടെടുക്കാം. ചെടി നട്ട് കഴിഞ്ഞ് കണ്ട, ഈ ഫ്ലവർ വാടിപ്പോകില്ല, നല്ലതായിട്ട് നിൽക്കുകയും ചെയ്യും. ഒരു ഒരാഴ്ചയൊക്കെ നമ്മളൊന്ന് തണലത്ത് ഷെയ്ഡിലൊന്ന് സൂക്ഷിക്കണേ. അത് കഴിഞ്ഞിട്ട് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ വച്ചിട്ടുള്ളതായിരുന്നു. ഇത് 2 ദിവസത്തിന് മുമ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടിരുന്നത്. അപ്പോൾ ഇനി അത് ചെയ്യണ രീതിയും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതെടുക്കാൻ നമുക്ക് നല്ല ചകിരിച്ചോറ് വേണം, അല്പം ഉണക്ക ചാണകപ്പൊടി ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു കവറിൽ നമുക്ക് കെട്ടി എടുക്കണം. കാണിച്ചു തരാം. ഇതുപോലെ നമ്മളൊരു മുട്ടായി കണക്ക് ഇതിനെ പൊതിഞ്ഞെടുത്തിട്ട് 2 സൈഡിലും കെട്ടി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ആ പ്ലാന്റിലോട്ട് സെറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ കൂടെ കാണിക്കാം. നമുക്ക് ഈ മെലസ്റ്റോമ ഈ ചെടിയിലാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കമ്പ് സെലക്ട് ചെയ്യാം. ഇത് ചെയ്യുന്നതാണ്. ഈ ഭാഗം ഒരല്പം നമുക്ക് തൊലി ഇങ്ങനെ ചെത്തിയെടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാം. ക്യാമറ പിടിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണം. ഇവിടുത്തെ ഈ പ്ലാന്റിൻ്റെ ഈ തണ്ടിൻ്റെ തൊലി, ഈ മീതത്തെ തൊലി എത്രയൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും, എല്ലാവരും ചെയ്യണതും ആയിരിക്കും. അപ്പം ഞാൻ ചെയ്യണ രീതിയാണ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണതേ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി നേരത്തെ വെച്ച ചകിരിച്ചോറില്ലേ, അതും ചാണകപ്പൊടിയും കൂടെ ഇട്ടത് ആ മിക്സ് ഇതിലോട്ട് നമുക്ക് കെട്ടി വെച്ച് കൊടുക്കണം. ഇതാ കഴിഞ്ഞു. ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച അതിനകം ഇതിൽ നിറയെ വേര് വരും. അപ്പം നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ കട്ട് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ആക്കി എടുക്കാം. നിറയെ ഫ്ലവറുള്ള പുതിയൊരു ചെടിയായിട്ട് കിട്ടും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ഷെയർ എല്ലാം ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ചെയ്താൽ മാത്രം പോരെ, ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെറിയ പരീക്ഷണങ്ങൾ. ഒരിക്കൽ വെച്ചാൽ ശരിയായില്ലെങ്കിൽ വീണ്ടും ചെയ്യുക. ചിലപ്പോൾ ഈ കമ്പങ്ങ് പൊട്ട് പോകുമായിരിക്കും, ഉണങ്ങി പോകുമായിരിക്കും. എന്നാലും വീണ്ടും നമുക്ക് മെലസ്റ്റോമയാകുമ്പോൾ അറിയാമല്ലോ, ശരിക്കും ശിഖരങ്ങളുള്ള ഒരു പ്ലാന്റാണ്.
അപ്പോൾ ഇതുപോലെ പിടിപ്പിക്കണം. പിടിപ്പിച്ചിട്ട് പിടിക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ചെടിച്ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാൻ നോക്കരുത്. കുറച്ച് നാൾ നിന്നിട്ട് നമുക്കങ്ങ് പട്ടുപോകും. ഇത് തറയിൽ സെറ്റ് ചെയ്യാൻ സൗകര്യമുള്ളവർ തറയിൽ തന്നെ ഇത് വയ്ക്കണം കേട്ടോ. അപ്പോഴും നല്ലൊരു മരമായിട്ടൊരു ഫ്ലവർ മരമായിട്ട് തന്നെ ഇത് മാറും. നിറയെ ഫ്ലവറായിരിക്കും. എപ്പോഴും മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്കെപ്പോഴും ഇത് ഫ്ലവർ വരുവേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. ഓക്കേ.